ഇന്ന് നമുക്ക് പ്രൊഫഷണലായിട്ട് എങ്ങനെ ക്രിമ്പ് ചെയ്യാമെന്ന് നമുക്കൊന്ന് കാണാം. ഈ നെറ്റ്വർക്ക് കേബിളാണ്, അപ്പോൾ നമുക്കിതൊന്ന് ക്രിമ്പ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. സാധാരണയായിട്ട് ക്രിമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ലീവ് നമ്മൾ കളയണമല്ലോ. ഈ സ്ലീവ് കളയാൻ വേണ്ടി സ്റ്റിപ്പർ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കളയരുത് സ്ലീവ്. കാരണം ഇത് നിങ്ങളുടെ കേബിൾസിൻ്റെ ഉള്ളിലുള്ള സ്ലീവുകളൊക്കെ പോകാനുള്ള കാരണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സ്റ്റിപ്പർ ഉപയോഗിക്കരുത്, വയർ സ്ട്രിപ്പർ ഒരിക്കലും ഉപയോഗിക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നിങ്ങൾ വാങ്ങുന്ന ക്രിമ്മിൻ ടൂളിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഇതുപോലത്തെ നമുക്ക് ലാൻ കട്ട് ചെയ്യുന്ന സംഭവം കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ പ്രൊഫഷണലായിട്ടുള്ള ടൂൾ കിറ്റ് എടുക്കുക. ഇത് നമുക്ക് ഇതിൽ എല്ലാ കേബിൾസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് തന്നെ അങ്ങനെ കറക്റ്റ് ചെയ്യാൻ മതി. അങ്ങനെ തന്നെ ഓപ്പൺ ചെയ്യാം. ഉണ്ടോ, കട്ടായി എടുക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ കേബിളും ഇങ്ങനെ വിടർത്തി വയ്ക്കണം. ഇപ്പോൾ ഈ കാണുന്ന നൂല് കണ്ടില്ലേ? ഈ നൂലെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ കേബിൾസിനെ ഒന്ന് കീറണമെന്നുണ്ട്. ഈ പുറത്തുള്ള PVCനെ കീറാൻ വേണ്ടി ഇത് വലിച്ചു കഴിഞ്ഞാൽ അത് കീറും. അപ്പോൾ അത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഓരോ വർക്കിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഈ സെൻറ്ററിൽ വരുന്ന ഭാഗം ഞാനിപ്പോൾ ഈ നൂലും കട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ സ്റ്റിപ്പർ വെച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വെച്ചാൽ അതിന് നിങ്ങൾക്ക് ഒരു നിപ്പർ കട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൂളുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിമ്പിൻ ടൂൾ വെച്ചിട്ട്, ഇത് പാസ് ത്രൂ ക്രിമ്പിൻ ടൂളാണ്. ഈ ക്രിമ്പിൻ ടൂൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ ഭാഗം മുറിച്ച് കളയാം. കണ്ടല്ലേ? അപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വയർ സ്ട്രിപ്പ് ചെയ്യാൻ ഇതേപോലെ ഈ ടൂളില്ല, അതുപോലെ തന്നെ നമുക്ക് യെല്ലോ പറഞ്ഞില്ല ഈ ടൂളില്ല എന്ന് വിചാരിക്കുക. ഈ ടൂളില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ക്രിമ്പിൻ ടൂളിൽ ഇവിടെ ഹോളുണ്ട്, അതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് ജസ്റ്റ് വട്ടം കറക്കിയാൽ മതി. അതും വളരെ ഈസിയാണ്. ഈ ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്റ്റിപ്പറൊന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്രിമ്പിൻ ടൂളിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഓരോന്നും എടുക്കുക, എന്നിട്ട് നമുക്ക് ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. എല്ലാ വയറും സ്ട്രൈറ്റ് ആക്കി കൊടുക്കുക. എല്ലാ വയറും സ്ട്രൈറ്റ് ചെയ്യണേ. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രസ് കൊടുക്കരുത്. ആ സ്ലീവ് കട്ട് ചെയ്യില്ലേ, ആ സമയത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറിൻ്റെ അറ്റത്ത് നിങ്ങൾ അറിയാതെ അവിടെ കട്ട് വരും. ആ സാധനം ചെയ്യുന്ന സമയത്ത് അത് മുറിഞ്ഞു പോവുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി യൂണിവേഴ്സൽ കളർ കോഡായ രീതിയിൽ നമ്മൾ ഓരോന്ന് വയ്ക്കുന്നു. ഓറഞ്ച് വൈറ്റ്, അതുപോലെ തന്നെ ബ്ലൂ, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇതാണ് നമുക്ക് യൂണിവേഴ്സൽ കളർ കോഡ് വരുന്നത്. ഇത് തന്നെ എല്ലായിടത്തും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള വർക്കേഴ്സിന് ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങൾ ഏത് കളർ കോഡ് ഉപയോഗിച്ചാലും വർക്കിൻ്റെതെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ഇതൊരു യൂണിഫോമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുക. അവന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ജാക്ക് കയറിപ്പോണ വലുപ്പത്തിൽ നിങ്ങൾ വെച്ചുകൊണ്ട് ഒരു ജാക്ക് തണ്ട ഈ വലിപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഇത് സ്ഥിരം ചെയ്യുന്നവർക്ക് ഒരു എക്സ്പീരിയൻസ് വരും. നമുക്ക് അളവ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എളുപ്പത്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരണേ. അല്ലെങ്കിൽ വേറെ കറക്റ്റ് അളവ് താഴത്തെ അളവൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. കണ്ടോ, അങ്ങനെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അത് ഞാൻ ക്രിമ്പിൻ ടൂൾ തന്നെ കട്ട് ചെയ്ത് കേട്ടോ. വേറെ ഒന്നും ഉപയോഗിക്കരുത്. ക്രിമ്പിൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുക, സ്റ്റിപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്യരുത്. ഈ കട്ടാവുന്ന സാധനങ്ങൾക്കൊക്കെ ചിലപ്പോൾ സ്റ്റിപ്പറൊക്കെ മൂർച്ചല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ക്രിമ്പിൻ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ബ്ലേഡ് കൊണ്ടിച്ചും കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് പാസ് ത്രൂ RJ45 ആണിട്ടത്. ഇത് ഞാനിട്ടു. നമുക്ക് സ്ലീവ് ഉള്ളിൽ കയറി ഇത് നോക്കി നോക്കൂ. വളരെ ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ. എല്ലാം കറക്റ്റ് എല്ലാം വന്നു. ഉണ്ടോ? ഇതിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മുടെ കളർ കോഡ് കറക്റ്റ് ആണോ നോക്കുക. ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ഗ്രീന്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇനി നമ്മളെ പാസ് ത്രൂ ആയിട്ടുള്ള ഈ ക്രിമ്പിൻ ടൂൾ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ജസ്റ്റ് ഉണ്ടോ, ഉള്ളിലേക്ക് കയറ്റിയിട്ടു മുറിച്ചു. കണ്ടോ, കറക്റ്റായിട്ട് കട്ടായി കേട്ടോ. അപ്പോൾ നോക്കി നോക്കുക, അതിലെല്ലാം പഞ്ചായിട്ടുണ്ടോ ഒന്നും കൂടി ശ്രദ്ധിക്കുക. എല്ലാം പഞ്ചായിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കുക. മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. ഒരുപാട് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്രിമ്പിൻ ടൂളാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും.
എന്നിട്ട് ബാക്കത്തെ ഈ സാധനം ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, വളരെ വൃത്തിയായിട്ട് നമുക്ക് ക്രിമ്പ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. കൃത്യമായ ടൂൾസ് ഉപയോഗിക്കുക വെച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.